ബദ്ധവൈരികൾ എന്ന് അറിയപ്പെടുന്ന BJP മുസ്ലിം ലീഗും അവർ ഒരേ വേദിയിൽ സംഗമിക്കുന്നു. ബജാജ് അലയൻസിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത പരിപാടിയിൽ അവർ ഒരുമിച്ച് ഒരേ വേദി പങ്കിട്ടു. വളരെ രസകരമായി തോന്നിയത് നമ്മുടെ തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, അദ്ദേഹം തിരുവനന്തപുരം മേയർ VV രാജേഷിനെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ആ ഭരണ മികവിനെ പ്രശംസിച്ചുകൊണ്ടും ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന അതേ തരം പ്രവർത്തനങ്ങൾ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും അദ്ദേഹം നടത്തുന്ന ആ ഒരു ചരിത്ര പ്രാധാന്യമുള്ള പ്രസംഗത്തിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് ബഹുമാന്യനായ ഉദ്ഘാടകനും കുഞ്ഞാലിക്കുട്ടി സാഹിബും മോൻസോസൊക്കെ അവിടെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ജലസമൃദ്ധമായ ഒരു നാടാണ് കേരളം എന്ന് പറയാറുണ്ട്. ഒരു തെറ്റായ നിരീക്ഷണമാണത്. മഴ സമൃദ്ധമായ ഒരു നാടാണ് കേരളം. വേണ്ടുവോളം മഴയുണ്ട്. പക്ഷേ ഈ മഴ ഒരു പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത് എന്നുള്ളത് കൊണ്ട് ഈ മഴയൊക്കെ ഒലിച്ച് കടലിലേക്ക് പോകലാണ്. സ്റ്റോറേജ് ഉള്ളിടത്ത് മാത്രമേ നമുക്ക് അതിന് കഴിയുന്നുള്ളൂ. ഇഷ്ടംപോലെ പുഴകളുണ്ട്. പക്ഷെ ഇപ്പോൾ ആ പുഴകളിൽ തന്നെ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം നമ്മളുടെ എല്ലാ വാട്ടർ സ്റ്റോറേജിലും എല്ലാ പുഴകളിലും തോടുകളിലും ഉള്ളൊരു പ്രശ്നം ഈ മാലിന്യ പ്രശ്നമാണ്. നമ്മൾ ഈ മാലിന്യ പ്രശ്നങ്ങളിൽ ഞാൻ ഈ അടുത്ത് ഇതിൻ്റെ വകുപ്പ് മന്ത്രി എന്നുള്ള നിലക്ക് ചുമതലയേറ്റപ്പോൾ മനസ്സിലാക്കിയൊരു പ്രശ്നം, അപകടകരമായ വിധത്തിൽ മലിനവൽക്കരിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് ഈ വെള്ളത്തിൻ്റെ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതത്ര വിസിബിൾ അല്ല. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മാത്രം ഞങ്ങൾ കുറച്ചാളുകൾ നടത്തിയൊരു നിരീക്ഷണം അനുസരിച്ചിട്ട് രാത്രി ആയാൽ ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും ഒരു 100ഓളം വരുന്ന, ഞാൻ മേയറോട് സംസാരിച്ചിരുന്ന കാര്യം, തിരുവനന്തപുരം മേയറോട് സംസാരിച്ചിരുന്നു, 100ഓളം ടാങ്കർ ലോറികൾ വരികയാണ്. ഈ ടാങ്കർ ലോറികൾ ഹോട്ടലുകൾ, ഹോസ്പിറ്റാലിറ്റീസ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാര്യപ്പെട്ട വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തയിടത്തുനിന്ന് മുഴുവൻ ഇവർ വെള്ളം ശേഖരിക്കുകയാണ്. നേരത്തെ അലയൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൊണ്ടുപോയിടുന്നതെങ്കിൽ വിസിബിളാണ്, നമ്മളത് എടുക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഈ വെള്ളം കൊണ്ടുപോയിട്ട് ഒഴുക്കുന്നത് പുഴകളിലും കടലിലുമാണ്. നമുക്ക് ആർക്കും അത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അത് സക്ക് ചെയ്ത് പോകും. മാരകമായ രോഗമുണ്ട്, പകർച്ചവ്യാധി നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും അപകടകരമായിട്ട് കേരളം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് ഈ വെള്ളത്തിൻ്റെ മാലിന്യവൽക്കരണം വരികയാണ്. ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം അതിന് വിസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കാണില്ല, മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ വെള്ളം മലിനവൽക്കരിക്കപ്പെടുന്നു, മലിനവെള്ളം അതിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കേരളം ഫേസ് ചെയ്യാവുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് അലയൻസ് ചെയ്തിരിക്കുന്നത് ഞാനതിൽ അവരുടെ പ്രോജക്റ്റ് കണ്ടിരുന്നു. എനിക്ക് വലിയ സന്തോഷവും വലിയ ഒരു ആകർഷണവും. 1000 ടൺ എന്ന് പറയുന്നതിനേക്കാൾ ഒരു 10,000 ടണ്ണിൻ്റെ വാല്യൂ ഉള്ള ഒരു വർക്കാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും ഒരു കീ പോയിന്റിലാണ്, പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ശ്രദ്ധയായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, തിരുവനന്തപുരം മേയർ വലിയ സന്തോഷത്തിലാണ്, അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിലാണ് കാര്യമായിട്ട് അവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ബാക്കിയുള്ള കോർപ്പറേഷനുകളിൽ കൂടെ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, മാലിന്യ സംസ്കരണത്തിലോ മാലിന്യത്തിൻ്റെ ഇഷ്യൂസിലോ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലി സാഹിബ് പറഞ്ഞ പോലെ ഒരു നല്ല നാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അങ്ങനെ തകർന്നു പോകാവുന്ന, ഇപ്പോൾ ഒരു വലിയ പ്രശ്നം നമ്മളുടെ മാലിന്യ സംസ്കരണ രംഗത്ത് പലതരത്തിൽ, ഇപ്പോൾ ഞാൻ ഓഫീസിലിരുന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകൾ പ്രോജക്റ്റുമായിട്ട് വരുത്താണ് കാര്യപ്പെട്ടൊരു പണി. അത് സംസ്കരിക്കുന്ന രീതി ഇങ്ങനെ ഉണ്ട്, ഇത് സംസ്കരിക്കുന്ന രീതി ഇങ്ങനെ ഉണ്ട്, അതങ്ങനെ കൈകാര്യം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇഷ്ടം പോലെ. ഈ മേഖല ഇപ്പോൾ ഒരു തട്ടിപ്പ് മേഖല കൂടെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ വലിയ ഒരു ലോബി തന്നെ അതിനകത്ത് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ തന്നെ ഒരു സക്സസ്ഫുൾ മോഡൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാനില്ല, എൻ്റെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളതാണ്. ഐഡിയ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇത് അവിടെ
നിങ്ങൾ പ്രയോഗവൽക്കരിച്ചത്. ഇതിനകത്ത് ഇപ്പോൾ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സംസ്കരണം എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്, അത് സംസ്കരിക്കാൻ ഉതകും. പക്ഷെ നമ്മൾ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങളിലെ ഒരു 60% മോർ നമുക്ക് പിന്നെ സംസ്കരിക്കാൻ കഴിയുന്നതല്ല. ഞാനത് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അതിനാണ് ഈ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം പിന്നെ മേയർ അതുമായി ബന്ധപ്പെട്ട് ഒരു അറ്റംപ്റ്റ് നടത്തി പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലാൻഡ് ഫില്ലിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വേൾഡിലെ ഒരു മോഡൽ അതാണ്. സിംഗപ്പൂർ പോലെ ഒരു ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഒരു കൺട്രി എന്നുള്ള നിലക്ക് അവർ ചെയ്തിരിക്കുന്ന മാതൃക അടക്കം ഗോവ ചെയ്തിരിക്കുന്ന ഇൻഡോർ ചെയ്തിരിക്കുന്ന മോഡലുകൾ എടുത്ത് ഇന്ത്യയിൽ പരിശോധിച്ചാൽ പോലും സക്സസ്ഫുൾ മോഡൽ അതാണ്. ആ അർത്ഥത്തിൽ ഞാൻ പറയണത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള അതിനകത്ത് ഒരു പിന്നെ നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് എന്നുള്ള നിലക്ക് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, ചെയ്തു വെച്ചിരിക്കുന്നത് ആപ്റ്റായിട്ടുള്ള ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള പ്രശംസനീയമായിട്ടുള്ള ഇടപെടലാണ് അലയൻസ് നടത്തിയിരിക്കുന്നത്. അഭിവാദ്യങ്ങൾ നേരുന്നതോടൊപ്പം ഇനിയുള്ള യാത്രയിൽ ഈ യാത്ര എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.